ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്കാണ്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോർക്കിനെ കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആക്കി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അറിയാമല്ലോ, പോർക്കൊക്കെ ഒരുപാട് വട്ടം കഴുകിയാൽ മാത്രമേ ഇതൊന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കോലത്തിലാവും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുരുമുളക് പൊടിയും നമ്മളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മസാലയും നന്നായിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ട് അതിലൊന്ന് പിടിപ്പിക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി തൂക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും അതേപോലെ നാരങ്ങ നീരും നമ്മളുടെ മസാലകളെല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി. അതിനുശേഷം നമ്മൾ ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നമ്മളുടെ എരിവിന് അനുസരിച്ചുള്ള ചില്ലി പൗഡർ നമുക്ക് ചേർക്കാം. നമ്മൾ ഒരു മിതമായ അളവിലേ ചേർത്തിട്ടുള്ളൂ. ഇവിടെ ഓവറായിട്ട് നമ്മൾ ആരും എരിവ് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഒരു ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള 2 സാധനങ്ങളാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് നമ്മൾ ഇടിച്ച് തയ്യാറാക്കുകയാണ്. അപ്പോൾ ജിഞ്ചർ നന്നായിട്ട് ഇടിക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഗാർലിക്കും എല്ലാം കൂടി എടുത്ത് നമ്മളൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിൽ പിടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം നമ്മൾ ചെയ്യുന്നത് കുക്കറിലാണ് കേട്ടോ. ഗ്യാസിൽ കുക്കറിലാണ് ചെയ്യുന്നത്. അടുത്ത ഒരു സെക്കൻഡ് സ്റ്റേജ് ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിറകടുപ്പിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് കുറച്ചുകൂടി കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കറിവേപ്പ് മരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കുറവും കാണിച്ചിട്ടില്ല. ഒരുപാട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഓയിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കറിവേപ്പിടാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പലരും പല രീതിയിലായിരിക്കും പോർക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഇതാണ്. ഓക്കെ, നമ്മളും പല രീതി പരീക്ഷിക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഈ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്നും കൂടി ഒന്ന് നമ്മൾ ഒരുപാട് വിസിൽ കേൾപ്പിച്ചു കേട്ടോ. നമ്മൾ ഒരുപാട് വിസിൽ കേൾപ്പിച്ചു. പക്ഷെ ഇതിന് ശരിക്കും അത്രയും വിസിലിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിറകടുപ്പിലേക്ക് നമ്മളുടെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഉരുളിയിൽ എണ്ണ ഒഴിച്ച് കറിവേപ്പിട്ട് നമ്മളുടെ കൊച്ചുള്ളിയും വലിയുള്ളിയും വലിയുള്ളി മീൻസ് സവാളയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ പെട്ടെന്നൊന്ന് വരണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒന്ന് കളർ മാറുമ്പോൾ തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വീണ്ടും ഇട്ട് കൊടുക്കാം. നല്ല ഇഞ്ചിയൊക്കെ നല്ല ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേപോലെ പോർക്കിന് മസ്റ്റാണ്, അല്ല നമ്മളുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു മെയിൻ കാര്യമാണ് ഈ തേങ്ങാ കൊത്തുകൾ ഇട്ട് കൊടുക്കും. തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണല്ലേ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ നന്നായിട്ട് ഇളക്കുവാണ്. അതിൻ്റെ നിറമൊക്കെ മാറി വന്നു. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നേരത്തെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് തക്കാളിയും കൂടെ ഗായ്സ്. അപ്പോൾ ഇത് നല്ല തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടിപൊളിയായി നല്ല വരണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പോർക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. അപ്പോൾ